അക്ഷരങ്ങളാകുന്ന അഞ്ജനക്കല്ലുകൾ കൊണ്ട് കവിതയുടെ കൊട്ടാരം തീർത്ത ആളായിരുന്നു അച്ഛൻ. അദ്ദേഹത്തിൻ്റെ കാൽപ്പെരുമാറ്റമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഈ അടിത്തറയ്ക്ക് ചുറ്റും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ളത് ഒന്ന് വിധവയായ ഭാരതിയമ്മ, മൂത്ത മകനായ ഞാൻ ശരത്ചന്ദ്രവർമ്മ, എൻ്റെ നേരെ ഇളയവൾ ഇന്ദുലേഖ, അതിനിളയത് യമുന, ഏറ്റവും ഇളയാൾ സിന്ധു. അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ എല്ലാ ഗൗരവവും മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ കുട്ടിയെ പോലെ ആകാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. എത്രയായാലും ശരി അച്ഛൻ വരുന്നതാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഉത്സവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസവവേദന പിടിച്ച് നടക്കുന്ന പെണ്ണില്ലേ, ഇതുപോലെ ആയിരിക്കും, അസ്വസ്ഥനായിരിക്കും. ഈ ആശയം മനസ്സിലിട്ട് പ്രസവിക്കാൻ വേണ്ടി നടക്കുന്നൊരു ധൃതിയും ഓട്ടമൊക്കെ ആയിരിക്കും. മിക്കവാറും പറമ്പിലൊക്കെ ഇങ്ങനെ ചുറ്റും നടക്കും, ചെറിയ പൂക്കളൊക്കെ നുള്ളി നടക്കും. അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന വഴിക്ക് എഴുതുക. ഞങ്ങളെക്കാൾ കൂടുതൽ അച്ഛനിഷ്ടപ്പെട്ട സഖിമാർ എന്ന് പറയുന്നത് പാരിജാതം, ചെമ്പരത്തി, റോസാപ്പൂക്കൾ. അതിൽ അവരുടെ കൂട്ടത്തിൽ നടക്കുമായിരിക്കും മിക്കവാറും നേരം. ഇവിടെ ഒന്നങ്ങനെ എഴുത്തിൻ്റെ ലോകത്തിനിടയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ഈ സ്വർണ്ണ നിറമുള്ളൊരു സിഗരറ്റ് പെട്ടിയുണ്ട്, അതിനടുത്ത് ദിനേശ് ബീഡി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് പറയുന്നത് വലിച്ചാലെന്താന്ന്. ഞാൻ പതുക്കെ ഈ ബീഡി എടുത്തുകൊണ്ട് നേരെ കുളിമുറിയിലേക്കാണ് പോയത്. കുളിമുറി പോയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വലിച്ചപ്പോൾ ഈ കുട്ടിയാണല്ലോ, അത് കാരണം ഇതിൻ്റെ കള്ളത്തരങ്ങളൊന്നും പുറത്തറിയില്ല. അവിടെ ഇരുന്ന് തന്നെ വായെല്ലാം കഴുകിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ ബാലമനസ്സിന് പറ്റുന്നൊരു അബദ്ധമാണല്ലോ, ഈ ബീഡിയുടെ പുകയുടെ മണം പുറത്തു പോകും എന്നെനിക്കറിയാൻ വയ്യായിരുന്നു ശരിക്കും. പക്ഷേ ആ മണത്തിലൂടെയാണ് അച്ഛനെ ഞാൻ ബീഡി വലിച്ചു എന്ന് മനസ്സിലാക്കുന്നതും അന്ന് തന്നെ അച്ഛൻ സ്നേഹപൂർവ്വം ആദ്യമായൊരു താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ശരി, അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അച്ഛൻ്റെ പാട്ടുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് ദേവരാജൻ. ആ ബന്ധം എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാം. പാർത്ഥനും പാർത്ഥസാരഥിയും പോലെയായിരുന്നു അവർ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ കണ്ണൂരിൽ നിന്ന് ഒരു ചെറിയ പയ്യനോട് വന്നിരുന്നു, പ്രായം കുറഞ്ഞ ആൾ. അദ്ദേഹം ഇവിടെ നിന്ന് എന്നോട് ചോദിച്ചത്, ഇതാണോ ചേട്ടാ വയലാർ ദേവരാജൻ്റെ വീടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഇത് വയലാറിൻ്റെ വീട്, ദേവരാജൻ്റെ വീട് പരവൂറാണ്, കൊല്ലത്ത്. എന്നുവെച്ചാൽ പാട്ട് കേൾക്കുന്നവർക്ക് വരെ ഇതൊരു വ്യക്തിയായിരുന്നു എന്ന തോന്നൽ ഉളവാക്കിയിരുന്നു ശരിക്കും അവരുടെ ബന്ധം. അങ്ങനെ ആ കൂട്ടുകെട്ടിൽ നിന്ന് ഒത്തിരി ഗാനങ്ങൾ ഞങ്ങളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും ഒക്കെ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് ഓർക്കാൻ തോന്നുന്നത് മുത്തശ്ശിയെ പറ്റിയുള്ള ഗാനമാണ്. അച്ഛൻ അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര് ദൈവമാര് എന്ന് തുടങ്ങുന്ന ഗാനം, അത് മുത്തശ്ശിയെക്കുറിച്ച് തന്നെ അച്ഛൻ എഴുതിയതാണ്. അതിനുശേഷം മുത്തശ്ശിയമ്മയുടെ മനസ്സിലുള്ള ഭക്തി വളർത്തിയെടുക്കുകയായിരുന്നു അച്ഛൻ്റെ ഗാനങ്ങളുടെ പലതിലും. പിന്നെ അതിനുശേഷം മക്കളായ ഞങ്ങൾ 4 പേരിൽ അച്ഛൻ ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്ന ഇന്ദുലേഖയെക്കുറിച്ചുള്ള പാട്ടാണ് അത്. ആ ഗാനം ശരിക്കും വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്നതല്ല, ബാബുരാജാണ് അതിൻ്റെ സംഗീതം. ഇപ്പോൾ ഈ 2 സഹോദരിമാരെക്കുറിച്ചും അച്ഛൻ പാട്ട് എഴുതിയപ്പോൾ ഏറ്റവും ഇളയാളായ സിന്ധു അച്ഛനോട് ചോദിച്ചു, അച്ഛാ ചേച്ചിമാരെക്കുറിച്ച് മാത്രമല്ലേ പാട്ട് എഴുതിയിട്ടുള്ളൂ, എന്നെക്കുറിച്ച് എഴുതിക്കൂടെ, ചേട്ടനെക്കുറിച്ചും അതായത് എന്നെപ്പറ്റി പാട്ട് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. പക്ഷേ അതിനുവേണ്ടി അച്ഛൻ കാത്തു നിന്നില്ല. സത്യം പറഞ്ഞാൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ കവിതകളിലൂടെ ചെന്നപ്പോഴാണ് അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ദൗത്യം ആ കവിതകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു മനസ്സിലായത്. അച്ഛൻ്റെ ഒരു കവിതയാണ്, ആ കവിതയുടെ പേര് ഗാനത്തിൻ്റെ ഇതിഹാസം എന്നാണ്. ആ കവിതയുടെ അവസാനത്തെ 4 വരി, അച്ഛൻ്റെ പിന്തുടർച്ചക്കാരനാകണം ഞാൻ എന്ന് മനസ്സിലെവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സന്ദേശമുണ്ടായിരുന്നു.